ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് UDFന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ UDF അധികാരത്തിലേക്ക്. 35 സീറ്റിൽ ഒതുങ്ങി LDF. NDAക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDF തേരോട്ടം. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ LDF നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമ ബംഗാളിലും അസമിലും BJP അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ NDA സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVKയുടെ മുന്നേറ്റം. IPLൽ മുംബൈക്കെതിരെ ലക്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. കേരളത്തിൽ UDF തരംഗം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF വീണ്ടും അധികാരത്തിൽ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ 102 സീറ്റുകളിലും മുന്നേറ്റം കാഴ്ചവെച്ച് UDF വ്യക്തമായ മുന്നേറ്റമുണ്ടാക്കി. LDF 35 സീറ്റുകളാണ് നേടിയത്. NDA 3 സീറ്റ് നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 99 സീറ്റുകളിൽ നിന്നാണ് LDF 35 സീറ്റുകളിലേക്ക് ചുരുങ്ങിയത്. UDFന് 41 സീറ്റ് മാത്രമായിരുന്നു 2021 ലഭിച്ചത്. ശക്തമായ ഇടത് കോട്ടകളെ തകർത്താണ് സംസ്ഥാനത്ത് UDFന്റെ തേരോട്ടം. കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട് ജില്ലകളിൽ എല്ലാ സീറ്റിലും UDF വിജയിച്ചു. കോൺഗ്രസ് 63 സീറ്റിലും മുസ്ലിം ലീഗ് 22 സീറ്റിലും മുന്നിലെത്തിയപ്പോൾ CPM 26 മണ്ഡലങ്ങളിലും CPI 8 സീറ്റിലുമാണ് മുന്നേറ്റം കാഴ്ചവെച്ചത്. UDF ഘടകകക്ഷികളായ കേരള കോൺഗ്രസ് 7 സീറ്റിലും RSP 3 മണ്ഡലങ്ങളിലും വിജയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് നിന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറവൂരിൽ നിന്നും വിജയിച്ചു. LDFന്റെ മന്ത്രിമാരിൽ കൊട്ടാരക്കരയിൽ KN ബാലഗോപാലും, ബേപ്പൂരിൽ മുഹമ്മദ് റിയാസും, നെടുമങ്ങാട് GR അനിലും, ചെങ്ങന്നൂരിൽ സജി ചെറിയാനും, ചേർത്തലയിൽ P പ്രസാദും, ഒല്ലൂരിൽ K രാജനും വിജയിച്ചു. തൃത്താലയിൽ MB രാജേഷും, പത്തനാപുരത്ത് KB ഗണേഷ് കുമാറും, കളമശ്ശേരിയിൽ P രാജീവും, ഇരിങ്ങാലക്കുടയിൽ R ബിന്ദുവും, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും, ആറന്മുളയിൽ വീണ ജോർജും, നേമത്ത് V ശിവൻകുട്ടിയും, തിരൂരിൽ O അബ്ദുറഹ്മാനും, എലത്തൂരിൽ AK ശശീന്ദ്രനും, ഏറ്റുമാനൂരിൽ VN വാസവനും, ചടയമംഗലത്ത് J ചിഞ്ചുറാണിയും, മാനന്തവാടിയിൽ OR കേളുവും തോറ്റു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പേരാവൂരിൽ നിന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും, K മുരളീധരൻ വട്ടിയൂർക്കാവിലും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും വിജയം നേടി. G സുധാകരൻ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു. മുൻമന്ത്രി KK ശൈലജ പേരാവൂരിലും, ജോസ് K മാണി പാലായിലും പരാജയപ്പെട്ടു. നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ മണ്ഡലങ്ങളിൽ NDA അക്കൗണ്ട് തുറന്നു. മുൻ കേന്ദ്രമന്ത്രിമാരും NDA സ്ഥാനാർത്ഥികളുമായ രാജീവ് ചന്ദ്രശേഖർ നേമത്തും V മുരളീധരൻ കഴക്കൂട്ടത്തും വിജയിച്ചു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ വിജയം നേടി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAക്ക് സീറ്റുകളൊന്നും ലഭിച്ചിരുന്നില്ല. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ UDFും BJPയും അട്ടിമറി വിജയമാണ് നേടിയത്. ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ UDF മുന്നേറ്റം കാഴ്ചവെച്ചപ്പോൾ 5 സീറ്റുകൾ മാത്രമാണ് LDFന് നിലനിർത്താനായത്. നേമത്തെയും കഴക്കൂട്ടത്തെയും BJPയുടെ വിജയം NDAക്ക് ആവേശം പകരുന്നതാണ്. കൊല്ലത്തെ ഇടത് കോട്ടകളിൽ LDFന് ഇക്കുറി അടിപതറി. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കൊട്ടാരക്കരയും പുനലൂരും ഒഴികെ 9 UDF മുന്നിലെത്തി. ചാത്തന്നൂരിൽ BJP അട്ടിമറി വിജയം നേടി. മന്ത്രി KN ബാലഗോപാലിന്റെ കൊട്ടാരക്കരയിലെ വിജയം LDFന് ആശ്വാസം പകർന്നപ്പോൾ J ചിഞ്ചുറാണി, KB ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പരാജയം തിരിച്ചടിയായി. PC വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, ജ്യോതികുമാർ ചാമക്കാല, CR മഹേഷ്, ഷിബു ബേബി ജോൺ തുടങ്ങിയ മുൻനിര നേതാക്കളുടെ വിജയം ജില്ലയിൽ UDFന് കരുത്ത് പകരുന്നതാണ്. കേരളത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും LDF വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം അധികമായി 3 സീറ്റുകളിൽ മാത്രമാണ് UDFന് വിജയിക്കാനായത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഇത്തവണയും തൃശൂർ ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി ഉൾപ്പെടെ ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് UDFന് വിജയം കൊയ്യാനായത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും LDF തന്നെ വിജയിച്ചു. 126 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണലൂരിൽ TN പ്രതാപനെ പുറകിലാക്കി പ്രൊഫസർ C രവീന്ദ്രനാഥ് വിജയിച്ചു എന്ന് പറയുമ്പോഴും ഇവിടെ ഇപ്പോഴും റീകൌണ്ടിംഗ് നടക്കുകയാണ്. 1998 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF സ്ഥാനാർത്ഥി NK അക്ബർ ഗുരുവായൂരിലും വിജയം നേടി. ചേലക്കര, കുന്നംകുളം, വടക്കാഞ്ചേരി, പുതുക്കാട്, നാട്ടിക, കയ്പമംഗലം തുടങ്ങിയ ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടകളിലും LDF മികച്ച ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിച്ചു. എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിലും UDF വിജയം നേടി. വൈപ്പിൻ, കൊച്ചി, കുന്നത്തുനാട്, കോതമംഗലം എന്നീ സിറ്റിംഗ് സീറ്റുകളിലും LDF പരാജയം ഏറ്റുവാങ്ങി.
മലപ്പുറത്തെ 16 സീറ്റുകളിൽ എല്ലായിടത്തും വിജയിച്ച് UDF ജില്ലയിൽ മേധാവിത്വം ഉറപ്പിച്ചിരിക്കുകയാണ്. പൊന്നാനി, തവനൂർ അടക്കമുള്ള മണ്ഡലങ്ങൾ LDF-ൽ നിന്നും പിടിച്ചെടുത്താണ് ഈ മുന്നേറ്റം. 12 സീറ്റിൽ മുസ്ലിം ലീഗും 4 കോൺഗ്രസുമാണ് വിജയിച്ചത്. മലപ്പുറത്ത് ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി 85,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമ ബംഗാളിൽ വോട്ടെണ്ണൽ നടക്കുന്ന 293 മണ്ഡലങ്ങളിൽ 207 മുന്നിലെത്തി BJP ഭരണമുറപ്പിച്ചു. തൃണമൂൽ കോൺഗ്രസ് 80 മണ്ഡലങ്ങളിലാണ് ലീഡ് ചെയ്യുന്നത്. CPM 1 സീറ്റിലും കോൺഗ്രസും 2 സീറ്റിലും മറ്റുള്ളവർ 3 സീറ്റുകളിലും മുന്നിലാണ്. അസമിലെ 126 സീറ്റുകളിൽ 82 ലീഡ് ചെയ്ത് BJP സഖ്യം തുടർഭരണം ഉറപ്പിച്ചു. 19 മാത്രമാണ് കോൺഗ്രസ് സഖ്യം മുന്നിൽ. സഖ്യകക്ഷികളായ AGP 10 സീറ്റും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് 10 സീറ്റും നേടി. പുതുച്ചേരിയിൽ 30 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ AINRC നേതൃത്വം നൽകുന്ന NDA സഖ്യം 17 മുന്നിട്ട് നിൽക്കുന്നു. കോൺഗ്രസ് 6 TVK 4 മുന്നിലാണ്. തമിഴ്നാട്ടിൽ ഭരണമാറ്റത്തിന് വഴിയൊരുക്കുന്ന തെരഞ്ഞെടുപ്പാണ് നടന്നത്. നടൻ വിജയ് രൂപീകരിച്ച TVK എന്ന പുതിയ പാർട്ടി 100-ലധികം സീറ്റുമായി ഭരണത്തിലേറുന്ന സാഹചര്യമാണുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ K. ദേവി പത്മനാഭൻ. തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം വിജയതരംഗം 234 സീറ്റുകളിൽ കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകൾ വേണം. TVK പാർട്ടി 31 സീറ്റുകളിൽ ജയിച്ച് 77 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 14 സീറ്റുകളിൽ ജയിച്ച് 47 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന DMK രണ്ടാമതിടത്തിലും 45 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്ന AADMK മൂന്നാമതിടത്തിലുമാണുള്ളത്. തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിൻ ചെന്നൈ കുളത്തൂരിൽ പരാജയപ്പെട്ടത് രാഷ്ട്രീയ നിരീക്ഷകരെ ഞെട്ടിച്ചു. TVKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ വിജയ് പെരമ്പൂർ, തിരുച്ചി കിഴക്ക് മണ്ഡലങ്ങളിലും ജയിച്ചു മുന്നേറുകയാണ്. ചെന്നൈയിൽ വിജയ് ആരാധകരും TVK പ്രവർത്തകരും വിജയം ആഘോഷിച്ചു വരുന്നു. പശ്ചിമ ബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പിലെ NDAയുടെ മുന്നേറ്റം വികസനത്തിനും നല്ല മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനുമുള്ള അചഞ്ചലമായ പിന്തുണയാണ് കാണിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മഹത്തായ ജനവിധിക്ക് അസമിലെയും ബംഗാളിലെയും ജനങ്ങൾക്ക് നന്ദി പറയുന്നതായും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. കൂട്ടായ്മയും കഠിനാധ്വാനവുമാണ് UDFനെ വിജയത്തിലേക്ക് എത്തിച്ചതെന്നും രാഹുൽ ഗാന്ധി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയം സമ്മാനിച്ച കേരളത്തിലെ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിൽ UDFനെ തിരിച്ചുകൊണ്ടുവരുമെന്ന വാക്ക് പാലിക്കാനായതിൽ ചാരിതാർത്ഥ്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ലക്നൌ സൂപ്പർ ജയൻസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ലക്നൌ 11 ഓവറിൽ 4 വിക്കറ്റിന് 155 റൺസ് എന്ന നിലയിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഗവർണർക്ക് രാജി സമർപ്പിച്ചു. രാജി അംഗീകരിച്ച ഗവർണർ പുതിയ ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നതുവരെ മുഖ്യമന്ത്രിയോട് തുടരാൻ നിർദ്ദേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് UDFന്റെ വൻ മുന്നേറ്റം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 102 സീറ്റുകളോടെ UDF അധികാരത്തിലേക്ക്. 35 സീറ്റിൽ ഒതുങ്ങി LDF. NDAക്ക് 3 സീറ്റ്. കേരളത്തിലെ ഇടത് ശക്തി കേന്ദ്രങ്ങളിൽ UDF തേരോട്ടം. മന്ത്രിമാരടക്കമുള്ള പ്രമുഖ LDF നേതാക്കൾക്ക് പരാജയം. 5 ജില്ലകളിൽ എല്ലാ സീറ്റിലും UDFന് ജയം. പശ്ചിമ ബംഗാളിലും അസമിലും BJP അധികാരം ഉറപ്പിച്ചു. പുതുച്ചേരിയിൽ NDA സഖ്യത്തിന് വിജയം. തമിഴ്നാട്ടിൽ നടൻ വിജയുടെ TVKയുടെ മുന്നേറ്റം. IPLൽ മുംബൈക്കെതിരെ ലക്നൌവിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.